ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ, കുറച്ചധികം ദിവസങ്ങളായിട്ട്. പിന്നെ എന്ന് വെച്ചാൽ 6ലേക്ക് എത്തണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ത്വര പറയുന്നത് നമ്മൾ വെച്ചാൽ ഇത് എത്തില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞൊക്കെ പോവാൻ തരുന്നത് അല്ലേ. നമുക്ക് സ്കൂൾ തുറന്നു അതെ കോളേജ് മൂന്നാമത്തെ ദിവസവും അപ്പൊ എന്തോരം നാളെ വീഡിയോ എടുത്തിട്ട്. അതെ, മുമ്പ് അങ്ങനെയല്ല തുറക്കണം എന്നൊരു വീഡിയോ. ഇതിപ്പോ ചില സംഭവം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം. നിങ്ങളുടെ കാറിൽ എത്തണം എന്ന് പറഞ്ഞു കുറെ പേര് പുറത്ത് വെച്ച് കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ വീഡിയോ ഇടാത്ത സംഭവം എന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ട് കാണണ്ടായ യൂട്യൂബില് വീഡിയോ എടുത്തിട്ട് കാണില്ല, ഷോർട്സ് ഇട്ടിട്ട് കാണുന്നുണ്ട്. ഷോർട്സ് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു കിടന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ, വണ്ടി ഓടിക്കണത് ഇല്ലേ. വീട്ടിലൊന്നും പറയാൻ പറ്റൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് ഒന്നും ഇല്ല എന്ന് ചോദിച്ചു വഴിയെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ പിടിച്ചെടുത്തിട്ടാണ് ചോദിക്കണത് എന്താ ഡാൻസ് ഒക്കെ നിർത്തിയാ. ഞാൻ പറഞ്ഞു നമ്മുടെ കഴിവ് സമൂഹം അംഗീകരിക്കില്ല, എനിക്ക് അവസരം തന്നെ ഇല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾ പറ ഞാൻ കഴിവാണെങ്കിൽ നമുക്ക് അവസരം കൊടുക്കല്ലേ. വെറുതെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിവല്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് കാണിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് നമ്മുടെ ഇത് അല്ലേ. അയ്യോ ഇത് കഴിഞ്ഞില്ല ഇത്. അപ്പൊ സംഭവം എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ. നമ്മള് വീഡിയോ ഒന്നും ഇടണില്ലെന്ന് വിചാരിച്ച് നമ്മ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണ്. ശ്രുതിയും നമ്മുടെ കുഞ്ഞും ഒക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കണ്. അതെ, ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ആള് ഇവിടെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. അതെ, ഏതായാലും ഞങ്ങൾ ഇങ്ങനെ വിരലിൽ എണ്ണിയിരിക്കണേ. അതെ 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 അതെ, നമ്മുടെ പൊന്നിങ്ങാട് വരാൻ വേണ്ടിട്ട് കണ്ട അത് വന്നൊരു മുണ്ടിനായിട്ട് ഇവിടെ മരമൊക്കെ കിട്ടിയ മരം നോക്കി ഇത് ഇങ്ങനെ ആക്കി വെച്ചേക്കണം നിറച്ച് കാക്ക മരം വെട്ടണേ. അതെ, പിന്നെ ഒരു സാധനം കാണിച്ചുതരാം. കണ്ട ഇത് നോക്കിയേ, ഇത് നോക്കിയേ ഇതിന്റെ പൊക്കത്ത് കണ്ട കുറെ കൊക്ക് പക്ഷി കൂടി കൂട്ടിയാണത്. അപ്പൊ അതേപോലെ ഞങ്ങൾ കൊടുത്ത് അത് വെട്ടിക്കൊണ്ടുപോകും അടുത്ത് തന്നെ. അത് കാരണം വാവ വരുമ്പോ അതിന്റെ ഇതായിട്ട് ഇതൊക്കെ വെട്ടിക്കളഞ്ഞേട്ടാ. വാവനോട് മുന്നോടിയായിട്ട് നമ്മൾ അതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷികള് ഇവിടെയൊക്കെ ഒരു രക്ഷയില്ല, ചവിട്ടാൻ പറ്റാത്തതായിരുന്നു. ഇപ്പൊ ഒച്ചേക്കണ അതിന്റെയാണ് ഈ പരിസരം മൊത്തം. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഇപ്പൊ മഴയൊക്കെ പെയ്ത് മാറും എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കണല്ലേ. മാറി തുടങ്ങി അതുകൊണ്ട് വെട്ടി. ഓക്കെ, അതെ, ചിലപ്പോ ഇന്നലെ നാളായിട്ട് ഇനിയിപ്പോ മുറ്റത്തിന് വേറെ മരമില്ല, ഇതിലേക്ക് പോണത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ബാക്കി അവിടെയൊക്കെ ചെന്ന് കാണിച്ചിട്ട് ഇന്ന് കുറെ ദിവസമായില്ലേ കൊച്ചിനെ കണ്ടിട്ട്. അപ്പൊ അവിടെ ചെന്ന് കാണാം. ഞങ്ങള് ഒരു കുഴപ്പമൊന്നുമില്ല, അമ്മയും മക്കളൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലട്ടാ. ഇനി നിങ്ങൾ വീഡിയോ ഉണ്ടാവുമ്പോ കരുതും എന്ത് പ്രശ്നമുണ്ട്. ശരിക്കും കുറെ കുഴപ്പമുണ്ട്. വീഡിയോ എത്തണവരുടെ എത്തിയാനായിരുന്നു ഉള്ളത് ഇട്ടുപോയെങ്കിൽ നമുക്ക് എത്തിക്കാം. ശരിയാവും എല്ലാം ശരിയാവും എന്ന് പറയും. നിർത്തി മുമ്പ് ഞാൻ കുറച്ച് നമുക്ക് സമയമില്ല സത്യത്തിൽ. 2 മാസം ഞാൻ 2 മാസം ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെല്ലാവരും 2 മാസം ഇവിടെ ഇരുന്നിട്ട് ഏതാനും ചില ഒരു വീഡിയോ യൂട്യൂബിൽ എടുത്തേക്കണം. ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഒരു വീഡിയോ ഇതൊക്കെ അമ്മ പുതിയ ചെരുപ്പ് പിടിച്ച് ഇല്ലട്ടാ, ക്യാൻഡിലിട ചെരുപ്പാണ്. അത് ഞാൻ ഇന്നലെ ഊരാൻ പറഞ്ഞു. അത് ഇട്ടിട്ട് തോന്നുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ചെരുപ്പാണ്. ഇതും ഇല്ലാത്തൊരു അവസരം. എന്റെ ദൈവമേ, പിന്നെ എനിക്ക് അങ്ങനെ വന്ന വഴി മറക്കരുത് കണ്ണൂർ. ശരി, ഞാൻ പറഞ്ഞില്ല. ഈ റബ്ബർ ചെരുപ്പ് പോലും മേടിക്കാൻ പറ്റാത്തൊരു ഞാൻ കുറ്റക്കാരനാണ്. അത് കൊള്ളാം. നല്ല അന്തസ്സായിട്ടാണ് ഇട്ട് നടക്കുന്നത്. ഇവനെന്നെ കളിയാക്കി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ചെരുപ്പ് അപ്പൊ അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പൊ അമ്മ പോവും. അതിനുശേഷം അടച്ചിട്ട് ഭാവനെ കാണിച്ചിട്ട് സുധിനെ കാണാം. അപ്പൊ എല്ലാവരും കാണിച്ചത് നമുക്ക് വീഡിയോ അതിന്റെ പേ അല്ലേ. അവന്റെ ബാക്കി വിഷയം അടച്ചിട്ടാണ്. ഓക്കെ, ഹലോ. അപ്പൊ നമ്മള് വീട്ടിലെത്തിയേട്ടാ. ഇവിടെ എത്തി. എവിടെ നല്ല വെയിലല്ലേ, ഇപ്പൊ നോക്കാം ഇല്ലേ. ഇപ്പൊ നോക്കാം, കൊറേ ദിവസങ്ങൾക്ക് ശേഷമല്ലേ കാണുന്നത്. വീഡിയോ എടുത്തിട്ടും. അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾ തൊട്ടിപ്പുറം തന്നെ നിൽക്കുകയാണ്. ഒരാളെ കാണിച്ചാലോ, ഒരാളെ നിങ്ങൾ കണ്ടിട്ട് കുറെ ദിവസമായിട്ടുണ്ടാവൂലേ. അപ്പൊ ഞങ്ങള് നല്ല സുഖമായിട്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ കുറെ വിശേഷങ്ങൾ നടന്നല്ല നമുക്ക് അകത്തേരിട്ട് പറയാല്ലേ. ആളവിടെ തൊട്ടിപ്പുറം തന്നെ കേട്ടോ കിടത്തി എന്ന് വെച്ചിട്ട് 2 കാല് വെച്ചാൽ ഇപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു അവിടെ. അപ്പൊ നോക്കിയതേ കൊറേ ദിവസമില്ല കണ്ടിട്ട്. ചുണ്ടാവി നോക്കിയേ, കൊറേ ചേച്ചിമാരും ചേട്ടന്മാരും അമ്മമാരും അപ്പൂമാരൊക്കെ നോക്കിയിരിക്കണ്ട് മോന. ചിരി കൊടുത്തെല്ലായിരിക്കും ഒരു ചുന്തരി ചിരിച്ചേ. അയ്യോ, അപ്പൊ നോക്കിയേ ഒരു സുന്ദരി ചിരി ഇരിക്കോ. അപ്പൊ ഒരാളോട് നോക്കിക്കേണ്ട. അപ്പൊ ക്യാമറ മാറ്റുമ്പോ ചിരിക്കും. ചിരിച്ചടി. ആ ചുന്ദരൻ, അത് തന്നെ. ചിരിച്ചു കൊടുക്കും അങ്ങനെ എല്ലാവർക്കും.
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. അതെ. അപ്പൊ കൊറേ ദിവസം എന്തുകൊണ്ടാ വീഡിയോ ഇടാഞ്ഞത്? വീഡിയോ കാണുന്നത് പിന്നെ കൊറേ പേർക്ക് എത്തണില്ല. പിന്നെ നമുക്ക് അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ ഒന്ന് നമ്മള് ഇതായി പോകും. എന്തിനാണ് വീഡിയോ ഇട്ടിട്ട് ഒന്നും ആർക്കും കേൾക്കണില്ല, അറിയണില്ല. പുറത്തേക്ക് ഇറങ്ങി ചിലപ്പോ എല്ലാരും ചോദിക്കുന്നത് അയ്യോ മൂല കാണിച്ച് അയ്യോ ആളുടെ ഇങ്ങനെ വർത്താനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നോളാം. നമ്മളൊന്നും ഇങ്ങനെ മാറിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ കരച്ചിൽ തുടങ്ങും. പിന്നെ ഇവനും ഇങ്ങനെ സുഖമായിട്ടൊക്കെ പോണ്. പിന്നെ രാത്രിയൊക്കെ അതുപോലെയൊക്കെ തന്നെയുണ്ട്. രാത്രി വലിയ കാര്യമായിട്ടുള്ള ഉറക്കങ്ങളൊന്നും ഇല്ല. ആളിങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റ് വരും. അവന്റെ സമയമാകുമ്പോൾ ഉറങ്ങുള്ളൂ. അത് അവന്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണി 2 മണിയൊക്കെയാണ് അവന്റെ സമയം. ചില ദിവസം 1 മണിയാണെങ്കിൽ ചില ദിവസം 2 മണി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നാളെ പിന്നെയും പാല് കുടിക്കാൻ എഴുന്നേക്കുമല്ലോ എന്തായാലും. ഇപ്പൊക്കെ നമ്മളൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കി തുടങ്ങി. എന്നെ കൂടെ സുധീനായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ അവന്റെ കൂടെ ഫുൾ ടൈം ഉണ്ടല്ലോ, മനസ്സിലാവും എന്നുള്ള പറയണത്. ഇപ്പൊ എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴത്തേക്കും കരച്ചിലൊക്കെ തുടങ്ങും. അവനെടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ. നേരത്തെ പോലെ ആരെടുത്താലും കാര്യമില്ല എന്നുള്ള സംഭവം ഇപ്പൊ കൂടിയൊക്കെയാണ്. ശ്രുതി ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോ കരയിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കുഞ്ഞിനെ വെറുതെ. അതെന്താന്നറിയോ, ഇപ്പൊ ഞങ്ങൾ പറയണ ഒച്ച സുധീര കേൾക്കണല്ലേ. അപ്പൊ ഈ പരിസരത്ത് ഉണ്ടെന്ന് അറിയാം. സംസാരിച്ചോണ്ടിരിക്കണ ആളോട് ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ ഫുൾ ടൈം സംസാരിച്ചോണ്ടിരിക്കേ. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ ഇതുപോലെ ഇടക്കിടക്ക് ഒച്ച വരും. പിന്നെ ആളിങ്ങനെ കിടക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇടക്കിടക്കൊന്നൊക്കെ പോയി ആളിങ്ങനെ ഒന്ന് ഒന്ന് തൊട്ട് നിലോടിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലാണ് സന്തോഷം. ഇല്ലെങ്കിൽ ഇപ്പൊ വെറുതെ കിടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ കരഞ്ഞ ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. വീട് 5 മിനിറ്റ് ആയിട്ടില്ല. കണ്ടാ ഇതാണ് സത്യാവസ്ഥ. സംഭവം കണ്ട കഴിഞ്ഞു. ഇപ്പൊ കഴിയും. അമ്മ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഇപ്പൊ സങ്കടം പറയോട്ടോ. സങ്കടം ഇങ്ങനെയൊക്കെ പോകും. ഇങ്ങനെയൊക്കെ പോകുമ്പോ എന്റെ പൊന്നെ എന്താണ് ഇനി എടുക്കാനായിട്ടുണ്ട്. കുറച്ചിട്ട് എടുത്ത് നടക്കണം. പിന്നെ അങ്ങനെയൊക്കെ അയ്യോ രസമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കളിച്ച് മാറ്റിക്കട്ടെ. അതിന്റെ ഇടക്ക് നൈസായിട്ട് കൊച്ച് ഉറങ്ങി അല്ലേ. കൊച്ചുറങ്ങി. അപ്പൊ അതെ, നല്ല വെയിലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിട്ട് ഇപ്പൊ പൊടിമഴ പെയ്യാൻ തുടങ്ങി. അതെ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സന്തോഷം സുഖകരമായിട്ട് ഞങ്ങൾ പോകുന്നു. നിങ്ങൾ ഇത്ര വീഡിയോ ഉണ്ടായപ്പോ എന്ത് എഴുതിയുണ്ടാവും, ഞങ്ങൾ ഇടിയാണ് ഒച്ച. അങ്ങനെ ചിലരൊക്കെ ചിന്തിക്കുമല്ല, എന്തോ പ്രശ്നമുണ്ട് കേട്ടാ, എന്തോ പ്രശ്നമുണ്ട്. രാവിലെ അമ്മ പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ഇല്ലട്ടാ. ഞങ്ങൾ ചില വീഡിയോ ആരും കാണാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടായിരുന്നു. മിക്ക ദിവസവും ഇവിടെ വൈകുന്നേരം ഉണ്ടാവും കേട്ടാ. ഇന്നലെ മാത്രമേ വരാണ്ടിരുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്മ വന്നും പോയിരിക്കുന്നുണ്ട്. അതെ. പിന്നെ കണ്ണനാണെങ്കിൽ എല്ലാ ദിവസവും വന്നിട്ട്. ഇപ്പൊ ചേച്ചി ഇന്നലെ ഫുൾ ഡേ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പക്ഷെ വീഡിയോ എടുക്കൽ മാത്രം ഞങ്ങൾക്ക് മിസ്സിംഗ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇവന്റെ അടുത്തോട്ട് വരാം. ഇവന്റെ കുറച്ച് വാശികളും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ എല്ലാവരും ഇവന്റെ വന്ന് സമാധാനിപ്പിച്ചിരുത്താവുന്ന എടുത്തോണ്ട് നടക്കുക. അതൊക്കെ തന്നെ എല്ലാവരുടെയും ഒരു സന്തോഷം. ഇപ്പൊ അപ്പൊ അങ്ങനെ അതാണ് സംഭവം. അല്ലാണ്ട് ഇനിയിപ്പോ എന്തായാലും വീഡിയോയിൽ വ്യൂ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും ഇടും. എന്ത് വീഡിയോ ആണെങ്കിലും ഇട്ടിരിക്കും. തട്ടിക്കൂട്ടല്ലാതെ എന്തെങ്കിലും മര്യാദക്കുള്ള വീഡിയോസ് ഇങ്ങനെ പുറകെ വന്നിരിക്കും. ഉറപ്പുള്ളവരോട് ഞാൻ പറയണത്. കുറച്ച് ദിവസം ഇങ്ങനെ ചില സമയത്ത് ഡൗൺ ആയിട്ട് വെക്കുമല്ലോ, അതേപോലെ. അവിടെ പേരെന്താന്നൊക്കെ ചോദിക്കണ്ടേ. പേര് നമ്മള് അവിടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ഞാൻ പറയാ, പിന്നെ പറയാം. അങ്ങനെയല്ല, നമ്മള് പരിപാടിക്ക് എന്തായാലും പറയാ. അങ്ങനെയാ പറയണത്. ഇല്ല, പിന്നെ പറയാ. പരിപാടിക്ക് എന്തായാലും റിവീൽ ചെയ്യുള്ളൂ. അപ്പൊ അതൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും അല്ലേ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ബാക്കി കുറച്ച് വിഷയങ്ങൾ ശ്രുതി കാണിച്ചിട്ട് വീഡിയോ നിർത്തും അല്ലേ. അതെ. അപ്പൊ ഇപ്പൊ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്നേക്കണം. അപ്പൊ ഞങ്ങൾ നേരെ കടയിലേക്ക് പോകണം. 2-3 വണ്ടിയൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയൊക്കെ വേണമെങ്കിൽ പറയാം, വണ്ടിയൊക്കെ എടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാ എന്റെ നമ്പറിലാ ആരെങ്കിലും മെസ്സേജ് ഇടാ, എല്ലാം റെഡിയാക്കാം അല്ലേ. അതെ, എല്ലാം ശരിയാക്കി തരും. അതെ. അന്നത്തെ പോലെ തന്നെ ശുദ്രയുടെ കഴുത്തിലേക്ക് മാറിയത് കണ്ടോ. മാറിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറഞ്ഞു. പിന്നെ 100% കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ഇച്ചിരി ഇപ്പൊ ഈ ഫോണിൽ കാണുമ്പോൾ എന്തോ ഇച്ചിരി കളർ കുറവ്. അത് മൊത്തത്തിൽ ഇരുട്ടായി പോയല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇച്ചിരി കളറൊക്കെ വെച്ച് എനിക്ക് സന്തോഷമായി. എല്ലാവരും അവരുടെ പറയുമായിരുന്നു എന്നെ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന്. അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇനി ബാക്കി വിശേഷം ശ്രുതി കാണിക്കും. അപ്പോൾ നമുക്ക് കാണാം അല്ലേ. അപ്പം അങ്ങനെ കണ്ണു പോയിട്ടാ. പെട്ടെന്ന് കണ്ണൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആളപ്പോൾ പോയി. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല. ചില നേരത്ത് ഇവൻ്റെ വാശികളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ പോകും. അപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ സുഖമായിട്ടിരിക്കണം, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണം എന്ന് വിചാരിക്കണം. നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വരാം, മാക്സിമം വരാൻ നോക്കുക. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയൊക്കെയാണല്ലോ, മഴയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇന്നൊരു ആശ്വാസമുണ്ട്.
ഒരു ചെറിയൊരാശ്വാസം. അല്ലെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ മാത്രമല്ല, ഇടികുടുക്കവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് തന്നെ പറയേണ്ടതെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.